പരമശിവന്റെ അടുത്ത് പാർവതീദേവി ചെന്ന് ചോദിക്കുകയാണ്, അങ്ങ് ഏതൊരു നാമമന്ത്രമാണോ ജപിക്കുന്നത് ആ രാമമന്ത്രത്തിന്റെ തത്വം എനിക്കറിയാൻ നല്ലവണ്ണം ജിജ്ഞാസയുണ്ട്. അതുകൊണ്ട് ആ രാമമന്ത്ര തത്വം എനിക്ക് ഉപദേശിക്കണം. ഇനി ശ്രീരാമസ്വാമിയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആര്? കൈലാസനാഥനായിരിക്കുന്ന പരമശിവൻ. ഹൂ ഈസ് രാമ? ആരാണ് രാമൻ? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ്. എന്നാൽ ഇവിടെ പരമശിവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ടല്ല, മറിച്ച് ആരാണ്? ശ്രീരാമൻ പരമാത്മാ, എല്ലാവരുടെയും പരമാത്മാവാണ്. എന്നിട്ട് പറഞ്ഞു, അടുത്ത പദം പറയുന്നത് ശ്രീരാമ പരമാത്മാ പരമാനന്ദമൂർത്തി. ഈ പരമാനന്ദം എന്നുള്ള വാക്കുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരും സ്വതന്ത്രരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തന്റെ ജീവിതത്തിൽ ആരും ഇടപഴകുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. ഇപ്പൊ ഭാര്യാഭർത്ത ബന്ധങ്ങളിലേക്കൊക്കെ നമ്മൾ വന്നാലും, ഒരാളെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നാലും, ഒരു പരിധിയിലപ്പുറം നമ്മളെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് തീരെ സ്വാതന്ത്ര്യം തരാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരു അടിമയെപ്പോലെ ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പറ്റുമോ? ഏതൊരു ഭാര്യയും ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നെ കുറെയൊക്കെ എന്റെ വഴിക്ക് വിടണം. അതുപോലെ തന്നെ നമ്മൾ ഭർത്താവിനെ കൂടുതൽ നമ്മുടെ നിയന്ത്രണത്തിലാക്കിയാൽ ഒരു ഭർത്താവ് നിൽക്കാറില്ല, വേറെ കാര്യം. ഭർത്താവിനത് ഇഷ്ടമല്ല. അപ്പോഴാണ് വ്യക്തിബന്ധങ്ങളൊക്കെ തടസ്സപ്പെടുന്നത്. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നിന്നുള്ള കൂടുതൽ അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ വെച്ചു കഴിഞ്ഞാൽ അവരും നമ്മളും ശത്രുക്കളായി തീരും. കാരണം ആർക്കും ആരുടെയും നിയന്ത്രണത്തിൽ വരുന്നത് പൂർണ്ണമായും ഇഷ്ടമല്ല. മനുഷ്യന്റെ ഒരു കാര്യം പ്രത്യേകത ഉണ്ട്, തന്റെ കാര്യത്തിന് തനിക്ക് ആരെ വേണമെങ്കിലും ആശ്രയിക്കാം. എന്നാൽ മറ്റൊരാളും അവരുടെ കാര്യത്തിന് വേണ്ടി എന്താണ്, എന്റെ കാര്യത്തിന് എനിക്ക് ആരെ വേണമെങ്കിലും ആശ്രയിക്കാം, പക്ഷെ മറ്റുള്ളവരാരും അവരുടെ കാര്യത്തിന് വേണ്ടി അമിതമായി എന്നെ ആശ്രയിക്കരുത്. നോക്കണം എത്ര സ്വാർത്ഥരാണ് നമ്മൾ എന്നുള്ളത്. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ മറ്റുള്ളവരാൽ സ്നേഹിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അതോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണോ ഇഷ്ടം? അല്ല, അങ്ങനെ പറയുമ്പോൾ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇഷ്ടം അതാണ്. ഇതാണ് മനുഷ്യന്റെ ഉള്ളിലിരിപ്പ്. എന്നെ എല്ലാവരും സ്നേഹിക്കണം, എനിക്കങ്ങനെ എല്ലാവരും ഒന്നും, എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ തോന്നിയവരൊക്കെ സ്നേഹിച്ചോളാം, പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ഇതാണ് മനുഷ്യന്റെ ഒക്കെ ഉള്ളിലിരിപ്പ്. ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? അല്ലെ? എങ്ങനെയല്ലേ? നിങ്ങളുടെ സ്വന്തം ജീവിതം നോക്കിയാൽ മതി, പുസ്തകമൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ ജീവിതം എടുത്ത് പഠിച്ചാൽ ഇതിനൊക്കെ ഉത്തരവുണ്ട്. എല്ലാവർക്കും എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. ചിന്തയിലും പ്രവൃത്തിയിലും സ്വാതന്ത്ര്യം വേണം. ഇന്ന് ഈ സ്വാതന്ത്ര്യം വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടു. ഇന്ന് നമ്മൾ അതാണ് കാണുന്നത്. എനിക്ക് എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആവാൻ വയ്യ. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടാണ് ഈ ലോകം ഇന്ന് ഈ കോലത്തിലായത്. എനിക്ക് വേണമെങ്കിൽ കള്ളു കുടിക്കാം, എനിക്ക് വേണമെങ്കിൽ കൂത്താടാം, എനിക്കെന്തും ചെയ്യാം, പക്ഷെ മറ്റുള്ളവരൊന്നും അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ച് അവനവന്റെ ജീവിതത്തെ അവൻ വഴിതെറ്റിച്ചു. ഇന്ന് നാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിയത് പറയാനും തോന്നിയത് ചെയ്യാനുമുള്ള തോന്നിവാസത്തെയാണ് സ്വാതന്ത്ര്യം. ആണോ അല്ലയോ? ചിന്തിക്കും നിങ്ങൾ. അതല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എന്നാൽ ഇതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് പാരതന്ത്ര്യമാണ്, അടിമത്വമാണ്. എന്തിനാണ് അടിമപ്പെട്ടിരിക്കുന്നത്? കാമത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല. കാമമെന്ന മനസ്സിന്റെ വികാരമാണ് തോന്നിയത് പറയാനും തോന്നിയത് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ കാമമെന്നൊരു വികാരത്തിന്റെ
അടിമത്വത്തിലാണ് ഇന്ന് ഈ ജീവൻ ഇരിക്കുന്നത്. ജീവൻ സ്വാതന്ത്ര്യമല്ല അനുഭവിക്കുന്നത്, ജീവൻ പാരതന്ത്ര്യമാണ് അനുഭവിക്കുന്നത്. അല്ലെ? അങ്ങനെയല്ലേ? കാമം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്കാണ്. കാമം അവസാനം അവിടെയാണ് ചെന്നെത്തുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാമത്തിന്റെ പിടിയിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി ആ മനസ്സിനെ ഏതൊരു അനശ്വരമായ ശക്തിയാണോ തന്നെ നിലനിർത്തുന്നതെന്ന് മനസ്സിലാക്കി അതിനെ പ്രേമിച്ചുകൊണ്ട് അതിലേക്ക് മനസ്സിനെ ഉയർത്തി നാശമുള്ളതിൽ നിന്നും നാശമില്ലാത്തതിലേക്ക് ഉയരുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വതന്ത്രരാവ്. ഏതിൽ നിന്നും സ്വതന്ത്രരാവ്? ആ പദം തന്നെ എത്ര മനോഹരമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏതോ ബന്ധനത്തിൽ നിന്നും മുക്തരാവണം. ഏത് ബന്ധനത്തിൽ നിന്നാണ് മുക്തരാവേണ്ടത്? അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. കുടുംബ ബന്ധങ്ങളിൽ നിന്നല്ല, സമൂഹത്തിന്റെ ബന്ധനത്തിൽ നിന്നല്ല മുക്തരാവേണ്ടത്. ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാകുന്ന നമ്മളെ അടിച്ചമർത്തിയവരിൽ നിന്നും ഈ രാഷ്ട്രത്തെ മുക്തരാക്കലാണ് സാമൂഹ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് രാഷ്ട്രം സ്വതന്ത്രമായത് പറയാൻ പറ്റില്ല. പറ്റുമോ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ന് ഭരണഘടന പറയണോ തോന്നിയത് പറയാനും തോന്നിയത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണ് ഇപ്പം എത്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മരണത്തിന്റെ പിടിയിൽ നിന്നും ദുഃഖത്തിന്റെ പിടിയിൽ നിന്നും ഭയത്തിന്റെ പിടിയിൽ നിന്നും അവശതകളുടെ പിടിയിൽ നിന്നും ആരെ മുക്തമാക്കണം? നമ്മുടെ മനസ്സിനെ മുക്തമാക്കണം. അപ്പൊ നമുക്കറിയണം എവിടേക്ക് മനസ്സുയർന്നാലാണ് മരണത്തിന്റെയും ദുഃഖത്തിന്റെയും പിടിയിൽ നിന്ന് മനസ്സ് മുക്തമാവുക. അതെവിടേക്ക് വരണം? പരമാത്മാ. എവിടേക്ക് തിരിയണം? പരമാത്മാവിലേക്ക്. പരമാത്മാവിലേക്ക് ഉയർന്നാൽ പരമാനന്ദമുക്തി. പരമാനന്ദം എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി തീർന്നു. ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൈവരിക്കണം. അപ്പൊ നമ്മുടെ ആധ്യാത്മികമായ ഉന്നതിയിൽ തുടക്കത്തിൽ നമ്മൾ മുക്തരാവേണ്ടത് ദുഃഖത്തിൽ നിന്നാണ്. ആത്മീയമായി ഉയരുന്തോറും എന്ത് കുറയണം? ദുഃഖം കുറയണം. അതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ദുഃഖം കുറയുന്നുണ്ടോ എന്നുള്ളത്? ദുഃഖം കുറയുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈശ്വരപ്രേമം കൂടുന്തോറും ദുഃഖം കുറയും. കാരണം ഈശ്വരപ്രേമം കൂടുന്തോറും ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് യോഗങ്ങളായിട്ടോ വിധികളായിട്ടോ അല്ലെങ്കിൽ തലയിലെഴുത്തായിട്ടോ ഒന്നുമല്ല തോന്നുക. പിന്നെയോ പ്രസാദേ സർവദുഃഖാനാം ആനിരസ്യോപചായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ പ്രസാദേ സർവദുഃഖാനാം. പ്രസാദത്താൽ സർവദുഃഖങ്ങളും ആനി സംഭവിക്കും. ജീവിതത്തെ മുഴുവൻ എങ്ങനെ കാണണം? ഈശ്വരന്റെ പ്രസാദമായി കാണണം. ഈ മെച്യൂരിറ്റി നമ്മൾ നേടിയിരിക്കണം. അപ്പൊ പ്രായം കൂടുന്തോറും ശരീരം നമുക്ക് ദുഃഖം തരും, അസ്വാസ്ഥ്യങ്ങൾ വരും, രോഗങ്ങൾ വരും. നമ്മൾ പരാതി പറയാൻ തുടങ്ങും. ദുഃഖമുണ്ടോ എന്ന് എങ്ങനെ അറിയാം? പരാതി പറയാൻ തുടങ്ങും. അച്ഛൻ മകനോട് ചോദിച്ചു, നിനക്ക് എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോവുകയാണ്, മെഡിക്കൽ എൻട്രൻസ്, നിനക്ക് ആരായി തീരാനാണ് മോഹം? പറഞ്ഞു, എനിക്കൊരു വെറ്റിനറി ഡോക്ടറായാൽ മതിയെന്ന്, മൃഗ ഡോക്ടറായാൽ മതിയെന്ന്. അതെന്താ കുട്ട മൃഗ ഡോക്ടർ ആവണമെന്നൊരു മോഹം? കാരണം ആ രോഗികളൊന്നും യാതൊരു പരാതിയും പറയില്ല. നീ മരുന്ന് മാറിക്കൊടുത്താലും ഒരു കംപ്ലൈന്റ് പറയാത്ത ഒരേ ഒരു രോഗികൾ ആരാണ്? വെറ്റിനറി ഡോക്ടറുടെ പേഷ്യൻസ് ആണ്. ഒരു പരാതിയില്ല, എമ്പേ ഇത്രയുള്ളൂ. അല്ലെങ്കിൽ കരച്ചോളം അവിടെ ഇരുന്നിട്ട് ഒരു പ്രശ്നവുമില്ല. ഇനി വയറിളക്കത്തിന്റെ മരുന്നെടുത്തിട്ട് തലവേദനയ്ക്ക് കൊടുത്താലും, തലവേദനയുടെ മരുന്നെടുത്തിട്ട് ലൂസ് മോഷന് കൊടുത്താലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം വെറ്റിനറി ഡോക്ടർ ആവാനാണ്. അതുകൊണ്ട് ഒരു പല്ല് പറിക്കാൻ പോയ നമ്മളുണ്ടാക്കുന്ന പരാക്രമം എന്താണെന്നുള്ള അവിടുത്തെ ഡോക്ടർക്കേ അറിയുള്ളൂ. ഒരാൾ പല്ല് പറിക്കാൻ വേണ്ടി ഡോക്ടർ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, പല്ല് പറിക്കാൻ എന്റെ അടുത്ത് 50 രൂപയാണ്. അതെന്താ ഡോക്ടറെ 50 രൂപ എന്ന് വെച്ചു? 25 രൂപ അനസ്തീഷ്യയും 25 രൂപ പല്ല് പറിക്കാനെന്ന്.
ഇപ്പൊ ഇയാളാണെന്ന് വെച്ചാൽ ഇത്തിരി കഞ്ചൂസാണ്. കഞ്ചൂസ് പറഞ്ഞാല് പിഷ്കനാണ്. ഡോക്ടറോട് പറഞ്ഞു അനസ്തീഷ്യ വേണ്ട, പല്ല് പിടിച്ചെടുത്തോളൂ. 25 പോകുള്ളൂ. അവസാനം ഇയാളുടെ പല്ലൊക്കെ പിഴുതെടുത്ത് ബില്ല് വന്ന് നോക്കുമ്പോ 400 രൂപ. ഡോക്ടറോട് പറഞ്ഞു 25 രൂപ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ 400 ആയതെന്ന്. ഇപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങളുടെ പല്ല് ഞാൻ പിടിച്ചപ്പോ നിങ്ങളുടെ അലർച്ച കേട്ടിട്ട് 6 പേഷ്യന്റാ എനിക്ക് ഇറങ്ങിപ്പോയതെന്ന്. അവന്റെയും കൂടി കാശ് തന്നിട്ട് പോയാൽ മതി ഇവിടുന്ന്, വെറുതെ സമ്മതിക്കില്ലെന്ന്. അനസ്തീഷ്യ ഒഴിവാക്കിയതോട് കൂടിയിട്ട് ഇയാൾ അലറി അവിടെ കിടന്നിട്ടേ. അപ്പൊ നമ്മുടെ ഒരു പല്ലിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ എന്തൊക്കെ ബഹളങ്ങൾ വെക്കുന്നത് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ. പിന്നെ ഉണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളില്. അപ്പൊ പ്രായം കൂടുന്തോറും വേദനകൾ കൂടും. വേദനകൾ കൂടുന്തോറും ദുഃഖം കൂടും. ദുഃഖം കൂടുന്തോറും പരാതി പറയും. ദ മോർ ദ അഗ്രിവേഷൻ ദ മോർ ദ അജിറ്റേഷൻ. അതാണ് നമ്മുടെ ജീവിതം. എത്രത്തോളം നിങ്ങൾ അജിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ അഗ്രീവ്ഡാണ്. നിങ്ങൾക്ക് വേദന ഉണ്ട് എന്നർത്ഥം. ഏതോ പ്രശ്നം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വായ കൊണ്ട് ഒരു പരാതിയും പറയാതിരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെയും നമുക്ക് ഈശ്വരന്റെ പ്രസാദമായിട്ടെടുക്കണം. ഈശ്വര പ്രസാദമായിട്ടെടുക്കണമെങ്കിൽ അത്രമാത്രം ഈശ്വരനോട് പ്രേമം വരണം. അത്രമാത്രം പ്രേമം വരണമെങ്കിൽ ഈശ്വരൻ ആരാണെന്ന ബോധം വ്യക്തമാകണം. ആരാണ് ഈശ്വരൻ? പരമാത്മാ. അത് മനസ്സിലാക്കി ജീവിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നിഷ്കമ്പനാവും. ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലേ സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹോ തദാത്മാ കസ്മാന്നോ നിഷ്കളത്വം സകളൈതി വജ കലാദേവഭൂമൻ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ. ഭാഗവതവും ഭഗവത്ഗീതയും നാരായണീയവും രാമായണവും പറയുന്നതെല്ലാം ഒരേ കാര്യമാണ്. വ്യത്യസ്ത രീതിയിൽ അത് പറയണമെന്ന് മാത്രം. നിഷ്കമ്പരായിത്തീരൂ. നിഷ്കമ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സ് പതറാതിരിക്കൂ, കുലുങ്ങാതെ ജീവിക്കൂ. ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും മനസ്സ് പതറാതിരിക്കണമെങ്കിൽ എല്ലാം എങ്ങനെ കാണണം? ഭഗവാന്റെ പ്രസാദമായി. അപ്പൊ നമ്മൾ ആധ്യാത്മികമായി പുരോഗതി പ്രാപിക്കുന്നുണ്ടോ എന്നറിയാൻ ഇതാണ് വഴി. ഇതാണ് കപില ഭഗവാൻ ഭാഗവതത്തിൽ അമ്മയോട് പറയുന്നത്. അമ്മേ, യോഗ ആധ്യാത്മിക പ്രോക്തോ യഥോ നിശ്രേയസീശ്വരേ. പറയണോ അമ്മേ, എങ്ങനെയാണ് ആധ്യാത്മികമായ ഒരാൾ ഉയരണ്ടോ എന്നറിയുന്നത്? എത്ര ഉപരമതിർ എത്ര ദുഃഖസ്യജ സുഖസ്യജ. ഒരാൾക്ക് സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഉപരതി വരാൻ തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ളതെല്ലാം ഒന്നാ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മൾ ആചരിക്കണം ഇത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദുഃഖത്തിൽ നിന്ന് മുക്തി വരണം. രണ്ടാമത്തതാണ് ഭയത്തിൽ നിന്ന് വിമുക്തി വരണം എന്ന് പറയാണ്. ഭയം പെട്ടെന്ന് വിട്ടുപോവില്ല. അവസാനം മരിക്കാൻ നമുക്കൊരു ഭയം വരും. സമയം വരുമ്പോൾ നമുക്ക് കാണാം ആ പദം. അപ്പം ഭയത്തിൽ നിന്നും മുക്തി വരണം. വരും എന്നാണ് ഒരവസ്ഥ വരും നമുക്ക്. മരണം പോലും നമ്മുടെ മുന്നിൽ തോറ്റുപോകത്രേ. ആ സമയത്ത് മൃത്യുദേവൻ നമ്മുടെ മുന്നിൽ വന്ന് പറയും അത്രേ, എന്ത്? എന്റെ ശിരസിൽ പാദമോദിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന്. മൃത്യോ മോർണിപ്പദം ദത്വാരുരോഹ്യാൽ അത്ഭുതം ഗൃഹം എന്നാണ്. മൃത്യുവിന്റെ മൂർധാവിൽ കാല് വെച്ചുകൊണ്ട് മുകളിലേക്ക് പോകുമെന്ന് ആര് പറയും? കാലദേവൻ വന്നിട്ട് പറയും അത്രേ. നേരെ സ്റ്റേജ് വരുന്നാ പറയുന്നത്. ഇപ്പൊ ഏതായാലും വരില്ല അയാള്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പേടിക്കുന്നു വേണ്ട, അപ്പൊ അയാൾ വരുന്നുള്ളത്. അയാൾ വരുന്നത് ഇപ്പൊ വേറെ കാര്യത്തിന് ഒന്നുകൂടായില്ല. മനസ്സിലായില്ലേ? അപ്പോ ഭയത്തിൽ നിന്നുള്ള വിമുക്തി വരണം. അവസാനം നമുക്ക് പൂർണ്ണ പരമസംതൃപ്തിയുടെ ഒരു അനുഭൂതി വരും അത്രേ. അപ്പൊ നമുക്ക് പറയാം ധന്യോഹം, സ്വസ്ഥനായി ധന്യനായി കൃതാർത്ഥനായി